ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ പ്രിൻസസ് കട്ടോട് കൂടിയിട്ടുള്ള ഒരു ജുവൽ നെക്ക് സാരി ബ്ലൗസാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഫോർമുല ഉപയോഗിച്ചാണ് ഏതൊരാൾക്കും അവനവൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ എല്ലാ അളവുകളും പറയുന്നത്. നമ്മളോട് ഇത് കുറച്ച് ദിവസം മുന്നേ ചോദിച്ചതാണ് ഒരു മോളെ, ചേച്ചി ജുവൽ നെക്ക് കട്ട് ചെയ്യാമോ എന്ന്. അപ്പം കുറച്ച് ദിവസം താമസിച്ചു പോയി, ചില തിരക്കുകൾ കൊണ്ടാണ്. അപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. അതിൻ്റെ ബാക്ക് പോർഷൻ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഇടുന്നുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത പാർട്ടായിട്ട് ഫ്രണ്ട് പോർഷന് സ്ലീവും ഒക്കെ ഇടാവേ. അതുപോലെ തന്നെ ഇതിൻ്റെ ചുരിദാറും കട്ട് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ ഇടാവേ. അപ്പം തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മാക്സിമം നല്ല രീതിയിലാണ്, മനസ്സിലാകുന്ന രീതിയിൽ ഏതൊരാൾക്കും ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഫുള്ളായിട്ട് വീഡിയോ കാണണേ. നമ്മൾ ജുവൽ നെക്ക് സാരി ബ്ലൗസാണ് പ്രിൻസസ് കട്ടോട് കൂടിയിട്ടുള്ളതാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പേപ്പറിലാണ് നമ്മളിത് കാണിക്കുന്നത്, എന്നിട്ട് ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്തും കാണിക്കാവേ. നമ്മളിപ്പം സൈസ് ചെസ്റ്റ് സൈസാണ്. ചെസ്റ്റ് സൈസ് 36 ഇഞ്ചിൻ്റെ അളവിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ അളവ് എത്രയാണോ അത് വെച്ചാണ് ഇനി പറയുന്ന അളവുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പം ഓരോരുത്തരും അവനവൻ്റെ ചെസ്റ്റ് അളവ് എത്രയാണോ അതാണ്, അല്ലെങ്കിൽ നമുക്ക് തയ്ക്കേണ്ട അളവ് എത്രയാണോ അതാണ് എടുക്കേണ്ടത്. നമ്മളെല്ലാ അളവുകളും ഇഞ്ചസിലാണ് പറയുന്നത്. ഇഞ്ചസിൻ്റെ ചിഹ്നമാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ആദ്യമേ നമ്മൾ ലെങ്ത് ആണ് എടുക്കേണ്ടത്. ലെങ്ത് എടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്തിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് കൂടെ നമ്മൾ കൂടുതൽ എടുക്കണേ. നമുക്കിപ്പം 15 ഇഞ്ചാണ് വേണ്ടത്, അതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് കൂടെ കൂടുതലെടുത്ത് 15.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ഇരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത കോളത്തിൽ അവനവനുള്ള അളവ് എഴുതിക്കോണേ. ഇനി നമ്മളൊരു പേപ്പർ എടുത്ത് ആ പേപ്പറിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പത്ര പേപ്പറെ വെട്ടിയെടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്താൽ മതിയേ, എങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടുമേ. നമ്മളിപ്പോൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തു. എന്നിട്ട് ആ ക്ലോസ് ആയ ഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ബാക്ക് പോർഷനിലാണ് ഓപ്പൺ വെക്കേണ്ടത്. അപ്പം നമുക്ക് ഹുക്കും ഹോളും സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്ലേസാണ് നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്നത്, 1/2 ഇഞ്ച്. അതിനുശേഷം നമ്മളുടെ പേപ്പറിനെ ഒന്ന്, ക്ലോത്ത് ആണെങ്കിലും പേപ്പർ ആണെങ്കിലും നമ്മളൊന്ന് ലെവൽ ചെയ്ത് എടുത്തോണം. ഇങ്ങനെ നമ്മൾ ചെയ്ത് എടുത്തെടുത്ത് നിന്ന് നമ്മളിപ്പം 15 ഇഞ്ച് നമ്മളുടെ ലെങ്തും 1/2 ഇഞ്ച് നമ്മളുടെ സീം അലവൻസും കൂട്ടി 15.5 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത പോയിന്റിൽ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ താഴ്ഭാഗത്ത് 1/2 ഇഞ്ച് സീം അലവൻസിനായിട്ട്, അതായത് നമുക്ക് അവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത്, തയ്യൽ തുമ്പിനായിട്ടുള്ളത് 1/2 ഇഞ്ച് കൊടുക്കുന്നു. ഇവിടെ 15 ഇഞ്ചാണ്, അങ്ങനെയാണ് 15.5 ഇഞ്ച് കൊടുത്തത്. ഇനി ഈ പോയിന്റിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് കൂടുതൽ കൊടുക്കുകയാണ്. ജുവൽ നെക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നെക്കിൽ ഒരു നെക്ലേസ് ഇടുമ്പം ആ നെക്ലേസ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് കിടക്കുകയല്ലേ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ നെക്കിനോട് വളരെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ ചേർന്ന് ഒരല്പം കയറിയിരിക്കുന്നതായിട്ട് വരും. അതിനെയാണ് ജുവൽ നെക്ക് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ 2 ഇഞ്ച് നമ്മളുടെ ടോട്ടൽ അളവിൽ നിന്ന് മുകളിലേക്ക് 2 ഇഞ്ച് കൊടുത്തത്. അതുകൊണ്ടാണ് പേപ്പറിൽ കട്ട് ചെയ്യാൻ പറയുന്നത്. ഇങ്ങനെ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് വെച്ച് നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അളവ് 2 ഇഞ്ചാണ് ഇങ്ങനെ മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ നെക്ക് പോയിൻ്റാണ്. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിൻ്റ്. ഇനി ഈ നെക്ക് പോയിൻറ്റും ഇത് നമ്മളുടെ ഷോൾഡർ പോയിൻ്റാണ്. ആദ്യമേ നമ്മൾ വരച്ചിരിക്കുന്നത് ഷോൾഡർ പോയിൻ്റാണ്. ഇത് തമ്മിലുള്ളതിൻ്റെ കറക്റ്റ് സെൻറ്റർ. അപ്പം രണ്ടിടത്ത് ഓരോ ഇഞ്ച് വരും. ആ കറക്റ്റ് സെൻറ്റർ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വരച്ച് കൊടുക്കുകയാണ്. നമ്മളിതിപ്പം ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് പോർഷൻ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ കട്ട് ചെയ്യുന്നുള്ളൂ. ഫോർമുല ഉപയോഗിച്ച് കറക്റ്റായിട്ടാണ് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും പറയുന്നത്. നമ്മളിപ്പോൾ ആ 1 ഇഞ്ച് വരുന്ന കറക്റ്റ് സെൻറ്റർ, അപ്പം രണ്ടിടത്തേക്കും ഓരോ ഇഞ്ച് വരും. അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത ആ ലൈൻ എന്ന് പറയുന്നത് നമ്മളുടെ നെക്ക് ഡെപ്തിനായിട്ടുള്ള ലൈനാണ്. നെക്ക് ലൈനായിട്ട് വരുവേ. അതിപ്പോൾ കട്ട് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാകും. നമ്മൾ ആദ്യമേ വരച്ച ആ വരയെന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ പോയിൻറ്റിലേക്കുള്ള വരയാണ്. അപ്പോൾ അതും ഇവിടെയൊന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ലൈൻ നമ്മളിങ്ങനെ വരച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചെസ്റ്റ് പോയിൻ്റാണ് കാണുന്നത്. ചെസ്റ്റ് പോയിൻ്റ് കാണാനായിട്ടുള്ള ഒരു ഫോർമുലയുണ്ട്. നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. അതിനെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും.
അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 7 ഇഞ്ചെന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ, അതായത് ടോട്ടൽ ചെസ്റ്റിനെ ഏതൊരു അളവാണേലും അതിനെ 6 കൊണ്ട് നമ്മൾ ഹരിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ കൂട്ടുക. അപ്പോൾ ആ അളവാണ് ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് കിട്ടിയ അളവ് 7 ഇഞ്ചെന്നാണ്. ആ 7 ഇഞ്ച് ഈ ഷോൾഡറിന് വരച്ച ആ പോയിന്റിൽ നിന്ന് താഴേക്കാണ് നമ്മൾ 7 അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇതാണ് നമ്മളുടെ ചെസ്റ്റ് പോയിൻ്റ്. ഇത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ കറക്റ്റ് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അക്രോസ് ബാക്ക് ലൈനാണ്. ഇത് എന്തിനാണെന്നുള്ളത് പിന്നീട് പറയാവേ. അപ്പം നമ്മൾ കറക്റ്റ് മിഡ് പോയിൻ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ ഈ വരച്ച വരകളെല്ലാം ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ 3.5 ഇഞ്ചാണ് ഓരോ സൈഡിലും കിട്ടിയിരിക്കുന്നത്. 2 സൈഡിലും 3.5 ഇഞ്ച് വീതം കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് സെൻറ്ററാണ് നമ്മളിങ്ങനെ കുറുകെ വരച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഷോൾഡറിലേക്കുള്ളതാണ്. അക്രോസ് ബാക്ക് ലൈൻ അല്ലെങ്കിൽ അക്രോസ് ഷോൾഡർ ലൈൻ എന്നൊക്കെ നമുക്ക് ഇതിന് പറയാവേ. അത് പിന്നീട് നമുക്ക് എന്തിനുള്ളതാണെന്ന് കാണിച്ചു തരാവേ. ഇനി നമ്മൾ നെക്ക് വിഡ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ടൊരു ഫോർമുല ഉണ്ട്. നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓരോരുത്തരും അവനവൻ്റെ അളവ് എത്രയാണോ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മളിപ്പം 36 ഇഞ്ചിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 3 ഇഞ്ചെന്ന് കിട്ടി. ആ 3 ഇഞ്ചാണ് നമ്മൾ ഈ പോയിന്റിൽ നിന്ന്, ഈ 1/2 ഇഞ്ച് വിട്ടുള്ള ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ വരച്ച് കൊടുത്തിരിക്കുന്ന ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സെൻറ്ററിൽ വരച്ചതിൽ നമ്മൾ 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നെക്ക് നമുക്ക് പെട്ടെന്ന് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫ്രഞ്ച് കർവ് വെച്ച് ഇതുപോലെ നമുക്ക് നല്ല ഷേപ്പ് കിട്ടുക. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ, ഇനി ഫ്രഞ്ച് കർവ് ഇല്ലെങ്കിൽ സാധാരണ വരച്ച് കൊടുത്താൽ മതിയേ. നമ്മളിപ്പോൾ ഇങ്ങനെ ഷേപ്പ് നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് കൊടുത്ത് നമ്മളിപ്പം വിട്ട് കൊടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ച് നമ്മളിവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഷോൾഡർ അളവാണ് പറയുന്നത്. അത് നമ്മൾ ഫോർമുല ഉപയോഗിച്ചാണ് പറയുന്നത്. നമ്മളുടെ ടോട്ടൽ ഷോൾഡറിൻ്റെ നേരെ പകുതി എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 0.3 അതായത് വെറും 0.3 ഇഞ്ച് മാത്രം കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് യഥാർത്ഥ ഫോർമുല. ഇനി നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ കൂട്ടിയതും കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് വെച്ച് നോക്കുമ്പോൾ ഒരല്പം കൂടുതലാണെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയേ, നമ്മൾ സ്ലീവുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട്. അപ്പം നമ്മളിപ്പം നമ്മളുടെ ഷോൾഡർ എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 7 ഇഞ്ച്. അതിൻ്റെ കൂട്ടത്തിൽ 0.3 കൂട്ടുമ്പോൾ നമുക്ക് 7.3 ലഭിക്കുവേ. ഇനി 7.5 അതായത് 1/2 ഇഞ്ച് കൂടെ കൂട്ടി കൊടുത്താൽ ഒരു കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും കൊടുത്താൽ മതിയേ. നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അക്രോസ് ബാക്ക് ലൈൻ്റെ അത് നമ്മൾ നേരത്തെ വരച്ച് പോയിൻ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നു. അതെന്തിനാണെന്നുള്ളതാണ് ഇനിയും പറയുന്നത്. നമ്മളുടെ ടോട്ടൽ ഷോൾഡറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ പോയിൻ്റ് ഒന്നുകൂടെ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അതാണ് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതാണ് പിന്നീട് പറയാമെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ 14 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 7 ഇഞ്ച്, അതിൻ്റെ കൂട്ടത്തിൽ 0.1, അപ്പോൾ 7.1 എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ അളവിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ 0.1 ആണ് കൂട്ടേണ്ടത്. ഇനി ടോട്ടൽ ചെസ്റ്റ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ടോട്ടൽ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്നത് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് നമ്മൾ കൂടുതൽ ഒരു ഈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സീം എലമെൻറ്റ്സ് നമുക്ക് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ അത് എത്രയാണോ അത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓരോരുത്തരുടെ അളവും ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ആ 7.3 എന്നുള്ളതാണ് അവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയും നമ്മൾ ഈ ഷോൾഡറിനെയും നമ്മളെ നെക്കിനെയും തമ്മിൽ ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതുപോലെ ഇത് ഉള്ളിലേക്ക് 1 ഇഞ്ച് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുത്തത്. എന്നിട്ട് നമ്മൾ ആ 7.3 എന്നുള്ളതാണ് ചെസ്റ്റിൻ്റെ അവിടെ വന്നിരിക്കുന്ന ആ ഒരളവ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് ഇങ്ങനെ കർവ് കൊടുക്കുന്നു. അതിനുശേഷം ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് വരച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ഫ്രഞ്ച് കർവ് നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു ഭാഗം കിട്ടിയേ. ഇവിടെ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഇഞ്ചേ ഉള്ളേ.
അപ്പോൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരല്പം ഇങ്ങനെ കുഴിഞ്ഞു വരാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു നടുക്കത്തെ വര വന്നിരിക്കുന്നത്. ഇത് നമ്മളൊരു 36 ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് ഇവിടെ ഈ അളവ് പറയുന്നത്. അപ്പോൾ അവനവൻ്റെ അളവിലേക്ക് ഇതിനെ എല്ലാം കൺവേർട്ട് ചെയ്തോണേ. ഇനി നമ്മൾ ടോട്ടൽ വേസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്കിപ്പം 32 ഇഞ്ചാണ്. അപ്പം 8 ആണ് അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 1 ഇഞ്ച് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്തോണേ. അപ്പം നമ്മൾ ടക്കിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളിവിടെ 1 ഇഞ്ച് ഈസ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ 1.5 ഇഞ്ചോ ഒക്കെ നമുക്ക് സീം അലവൻസ് കൊടുക്കാം. 2 ഇഞ്ചോ അത് നമ്മുടെ ആവശ്യത്തിന് സീം അലവൻസ് കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 1 ഇഞ്ച് കൂടുതലിട്ടത് എന്തിനാണെന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് 4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു വരയിലും നമ്മൾ ചെസ്റ്റ് ലൈൻ വരുന്ന ആ ഒരു വരയിലും 4 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മൾ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മൾ 2 സൈഡിലേക്കും 1/2 ഇഞ്ച് വീതം ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ടക്കിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിർബന്ധമില്ല, ബാക്ക് പോർഷനെ ടക്കിടണമെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ 32 ഇഞ്ച് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 ഇഞ്ചെന്ന് ലഭിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് ടക്കിടണമെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട. എന്നിട്ട് 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് 2 1.5 ഒക്കെ നമ്മളുടെ ആവശ്യത്തിന് കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ വേസ്റ്റിൻ്റെ അളവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എല്ലാ മെഷറും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ടക്കിടണമെങ്കിൽ മാത്രം നമുക്കിവിടെ കൂടുതലിട്ടാൽ മതി, അല്ലെങ്കിൽ ഈ 1 ഇഞ്ചിൻ്റെ ആവശ്യമില്ല. ആ 1 ഇഞ്ചെന്ന് പറയുന്നത് നമ്മൾ ടക്കിട്ട് വരുമ്പോൾ ഇവിടേക്ക് 1/2 ഇഞ്ച് വീതം വരുവേ. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ 1 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. അത് അവിടെ ടക്കിടുന്നുണ്ടെങ്കിൽ മാത്രം മതി. ബാക്കി എല്ലാം നമ്മൾ സീം അലവൻസ് എല്ലാം ഉൾപ്പെടെയാണ്. ഇപ്പം ഇങ്ങനെ നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തത് അതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനകത്ത് സീം അലവൻസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. വളരെ നീറ്റായിട്ട് നമ്മളിപ്പം ബാക്ക് പോർഷൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി വേസ്റ്റിൻ്റെ അളവ് നമ്മൾ ഇവിടേക്കൊന്ന് മെഷർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും അളവാണ് നമുക്ക് പ്രിൻസസ് കട്ടോട് കൂടിയിട്ടുള്ള ഒരു ജുവൽ നെക്കിൻ്റെ ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന അളവെല്ലാം 36 ഇഞ്ച് ചെസ്റ്റ് സൈസിൽ വരുന്ന രീതിയിലാണ്. പിന്നെ അവനവൻ്റെ അളവിലേക്ക് മാറ്റിയെടുത്തണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർ നല്ല കൂടിയ ക്ലോത്തിലൊന്നും ചെയ്യരുത്. ഒന്നെങ്കിൽ കുറഞ്ഞ ക്ലോത്തിൽ ചെയ്യുക, അല്ലെങ്കിൽ പഴയ ക്ലോത്തിൽ ചെയ്യുക. എന്ന് നോക്കി നല്ലോണക്ക് പെർഫെക്റ്റ് ആകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ബോഡി ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അല്പം വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. അതെന്താണെന്ന് നമ്മൾ സ്വയം കണ്ടുപിടിച്ചതിന് ശേഷം വേണം നമ്മൾ നല്ല ക്ലോത്തിൽ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാണ് ഒരു ഫോർമുല നമ്മൾ തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്ത് നോക്കിക്കോ, നല്ല നീറ്റായിട്ട് കിട്ടും. പിന്നെ നമ്മളുടെ രീതിയിലേക്ക് പല അളവ്, ഇപ്പോൾ 28 ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവർ അവരുടെ അളവിലേക്ക് മാറ്റിക്കോണം, 40 ഇഞ്ച് ഉള്ളവർ അവരുടെ അളവിലേക്ക് മാറ്റിക്കോണം. അപ്പം നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡും തേർഡുമായിട്ട് നമ്മൾ സ്ലീവും ചെസ്റ്റും ഒരെണ്ണത്തെ പറ്റുമെങ്കിൽ ഒരെണ്ണത്തെ ഇടാം, അല്ല എങ്കിൽ വലിയ വീഡിയോ ആയെങ്കിൽ നമ്മൾ 2ആയിട്ട് ഇടും. അതുപോലെ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതും ഇടാവേ. അതുപോലെ തന്നെ നമ്മൾ ചുരിദാർ കട്ട് ചെയ്യുന്നതും ഇടാവേ. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും, ഒരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.